കഴിഞ്ഞ ദിവസം നമ്മൾ എവിടം വരെയായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്തിയത്? ഇവിടെ വരെ ആയിരുന്നു തോന്നുന്നു അല്ലേ? 14th ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നോ നമ്മള്? അത് ഇവിടെ വരെയായിരുന്നു. ഓക്കെ, ഇവിടെ തൊട്ട് ഇത് ചെയ്തു. 15th ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങിക്കോ. എല്ലാരും വന്നോ? റെഡിയാണോ? തുടങ്ങാൻ റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, സോ 15th ക്വസ്റ്റ്യൻ വായിച്ചോ. വായിച്ചിട്ട് ആൻസർ ചെയ്യട്ടോ. കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യണേ, നമുക്ക് ഇന്നുകൊണ്ട് ഈ ടോപ്പിക് തീർക്കണം. അതുകൊണ്ടൊരു ലേശം ഫാസ്റ്റ് ആക്കാം. ഓക്കെ, സോ ഇതിന്റെ ആൻസർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് പറഞ്ഞവരൊക്കെ പറഞ്ഞ ആൻസർ ശരിയാണ്. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ കാൽക്കുലേറ്റിംഗ് ദ കോമ്പണന്റ് കോസ്റ്റ് ഓഫ് ലോങ് ടൈം ഫണ്ട്സ് ദ അപ്രോപ്രിയേറ്റ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഇഗ്നോറിംഗ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. നമ്മൾ ഏതാ പറഞ്ഞേ? ആൻസർ പറഞ്ഞത് കോസ്റ്റ് ഓഫ് കോമൺ സ്റ്റോക്ക് ആണ്. ബി പറഞ്ഞിരിക്കുന്നത് സെയിം ആസ് ദ കോസ്റ്റ് ഓഫ് പ്രിഫേർഡ് സ്റ്റോക്ക്. സി പറഞ്ഞിരിക്കുന്നത് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഫോർ ദ ക്യാപിറ്റൽ. ഡി സീറോ ഓർ നോ കോസ്റ്റ്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സും കോസ്റ്റ് ഓഫ് കോമൺ സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആകെയുള്ള ഒരു ഡിഫറൻസ് എന്താ? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണല്ലേ. അതായത് കോസ്റ്റ് ഓഫ് കോമൺ സ്റ്റോക്ക്, അതായത് കോമൺ സ്റ്റോക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂവൻസ് കോസ്റ്റ് വരും. റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആണെങ്കിൽ ആ കോസ്റ്റ് വരില്ല, കാരണം നമ്മുടെ കമ്പനിയിലുള്ള എമൗണ്ട് തന്നെയാണ്. സോ ദ ഡിഫറൻസ് ഈസ് ദ കോസ്റ്റ് ഓഫ് കോമൺ സ്റ്റോക്ക്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ.
എന്താണ് ആരും റിപ്ലൈ തരാത്തെ? ഹലോ, എന്താണ് റിപ്ലൈ ഒന്നും ഇല്ലാത്ത? കിട്ടണില്ലേ ചെയ്യാൻ? കേൾക്കണില്ലേ? എന്താണ് റിപ്ലൈ തരാത്തെ? ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ കിട്ടിയോ? ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ കിട്ടിയോ? എന്താണ് റിപ്ലൈ തരാത്തെ? ഓക്കെ, ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ. എന്നാല് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ? നമ്മള് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, Angela company's capital structure consists entirely of long term debt and common equity. അതായത് ആകെ കോമൺ ഇക്വിറ്റിയും അതുപോലെ തന്നെ ലോങ് ടൈം ഡെപ്റ്റും മാത്രമേ ഉള്ളൂ കമ്പനിയിൽ. ആഞ്ചല പേസ് ടാക്സസ് അറ്റ് എ റേറ്റ് ഓഫ് 40%. If Angela's weighted average cost of capital is 10.41%, what proportion of the company's capital structure is in the form of long term debt? അതായത് നമ്മളോട് പറഞ്ഞു, സാധാരണ നമ്മൾ പ്രപ്പോർഷൻ തന്നിട്ടുണ്ടാവും, കോസ്റ്റ് തന്നിട്ടുണ്ടാവും, നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റും തന്നിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റും തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം? എങ്ങനെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്നേ? വെയിറ്റ് ഓഫ് ഡെപ്റ്റ്, ഞാനിപ്പം WD ഇടുവാണ്. വെയിറ്റ് ഓഫ് ഡെപ്റ്റ് ഒരു ഇത്തിരി കൂടെ ചെറുതാക്കിയാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വിസിബിൾ ആണോ ഇത്? ഓക്കെ, സോ WD എന്ന് പറഞ്ഞാല് വെയിറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐഡിയ പറഞ്ഞ സി എന്ന് പറഞ്ഞ ആൻസർ സി ആണ് പറഞ്ഞിരിക്കുന്നത്. സി അല്ല, സി എന്ന് പറയുന്നത് ഇക്വിറ്റിയുടെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ലോങ് ടേം ഡെപ്റ്റിന്റെ വെയിറ്റ് ആണ്. ബി ആണ് ആൻസർ വരിക കേട്ടോ. 45% ആണ് ആൻസർ വരിക. ഓക്കെ, സോ വെയിറ്റ് ഇൻറ്റു, അതായത് വെയിറ്റ് ഓഫ് ഡെപ്റ്റ്, WD എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ഡെപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. വെയിറ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു കോസ്റ്റ്. ഇവിടെ എത്രയാ വരുന്നത്? ലോങ് ടേം ഡെപ്റ്റിന്റെ കോസ്റ്റ് എത്രയാന്ന് കണ്ടുപിടിച്ചേ? ലോങ് ടേം ഡെപ്റ്റിന്റെ കോസ്റ്റ് എത്രയാ? ആരാ 15% പറഞ്ഞേ? 4.8. സോ നമ്മൾ അതിനെ 0.48 ഇങ്ങനെ എടുക്കുകയാണേ. പ്ലസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു ഇക്വിറ്റിയുടെ എത്രയാ വരുന്നത്? ഇക്വിറ്റിയുടെ എത്രയാ വരുന്നത്? 15%. നമ്മൾ 100-ലാക്കി അങ്ങ് വെച്ച് ചെയ്തു കേട്ടോ. 15% ബൈ 100 ചെയ്യുമ്പോൾ എത്രയാ വരുന്നത്?
ശരിയല്ലേ? ഓക്കെ, ഈക്വൽ ടു 0.1041. അതായത് പെർസെന്റേജ് ഫോം ഞാൻ മാറ്റുവാണ്, കേട്ടോ. ഇതിനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്കറിയാം ടോട്ടൽ ആകെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആകെപ്പാടെ 2 സാധനമേ ഉള്ളൂ. എന്തൊക്കെയാ ഉള്ളത്? കോമൺ സ്റ്റോക്കിന്റെ വെയിറ്റും ഡെപ്റ്റുമേ ഉള്ളൂ. അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ലേ? 1 മൈനസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു 0.048 ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? അതായത് വെയിറ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 1 മൈനസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ലേ? ആകെ 2 സാധനമേ ഉള്ളൂ. അതിന്റെ ടോട്ടൽ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും 100-ലെ 1 ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് വെയിറ്റ് ഓഫ് ഇക്വിറ്റി കുറയ്ക്കുന്നതായിരിക്കുമല്ലോ വെയിറ്റ് ഓഫ് ഡെപ്റ്റ്. സോ നമുക്ക് ഇങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യത്തില്ലേ? സിംപ്ലിഫൈ ചെയ്യുമല്ല, ഇങ്ങനെ നമുക്ക് എഴുതത്തില്ലേ? പ്ലസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു 0.15 ഈക്വൽ ടു 0.1041. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ നിങ്ങളും ചെയ്ത് നോക്കി, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കി. കിട്ടുന്നുണ്ടോ? ഇത് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? കിട്ടാത്തതുണ്ടോ? ബാക്കി ചെയ്ത് കാണിക്കേണ്ടതുണ്ടോ എന്നൊന്ന് പറയുമോ? ആർക്കെങ്കിലും ബാക്കി ചെയ്ത് കാണിക്കേണ്ടതുണ്ടോ? കുറച്ചു പേർക്ക് കിട്ടി. ചെയ്ത് കാണിക്കേണ്ടതുണ്ടോ? ഇത് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ?
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതുണ്ടോ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? കിട്ടുന്നില്ലേ? ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാരും പറഞ്ഞത് ഡി എന്നാണ്. ശരിയാണ്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട തരേണ്ട എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ടോ? അതായത് ലോങ് ടൈം ഡെറ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്ന സാധനം നമ്മൾ കൺസിഡർ ചെയ്യണോ? അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. നമ്മൾ ലോങ് ടൈം ഫണ്ട്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ 10 മില്യൺ, 10 മില്യൺ, 5 മില്യൺ, അതായത് ലോങ് ടൈം ഡെപ്റ്റ്, കോമൺ സ്റ്റോക്ക്, റീറ്റെയിൻ ഏർണിങ്സ് ഇത്രയാണ് ഉള്ളത്. അതിൽ 10, 10, 5, സോ 25. അത് വെച്ച് നിങ്ങൾ പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക. ഫസ്റ്റത്തത് 10/25, സെക്കൻഡത് 10/25, 5/25. അങ്ങനെ നിങ്ങൾക്ക് 40, 40, 20 എന്ന് പ്രപ്പോർഷൻ കിട്ടും. ആ പ്രപ്പോർഷൻ ഇൻറ്റു അതിന്റെ കോസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഇത് തരാത്തത് കൊണ്ട്, അതായത് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ വിചാരിക്കുന്നു, കാരണം ടാക്സ് റേറ്റ് ഒന്നും തന്നിട്ടില്ല. സോ 8% തന്നെയാണ് നമ്മൾ ലോങ് ടൈം ഡെപ്റ്റിന് എടുക്കുന്നത്. അപ്പം 40 ഇൻറ്റു 8% ഫസ്റ്റത്തത്, അതായത് ലോങ് ടൈം ഡെപ്റ്റിന്. കോമൺ സ്റ്റോക്കിന് 40 ഇൻറ്റു 15% വരും. റീറ്റെയിൻ ഏർണിങ്സിന് 20 ഇൻറ്റു 18% വരും. ടോട്ടല് 12.8% വരും. ഡൗട്ട് ഉണ്ടോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ.
ഓക്കെ. ഇത് ക്ലിയർ ആണോ? എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും പറഞ്ഞ ആൻസർ എ 12.22% റൈറ്റ് ആണ്. അതായത് ഇവിടെ നമുക്ക് സ്ട്രക്ചർ, ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഡെപ്റ്റിന്റെ പെർസെന്റേജ്, പ്രിഫേർഡ് സ്റ്റോക്കിന്റെ പെർസെന്റേജ്, ഇക്വിറ്റിയുടെ പെർസെന്റേജ്. ഡെപ്റ്റ് 0.30, പ്രിഫേർഡ് സ്റ്റോക്ക് 0.24, ഇക്വിറ്റി 0.46. പിന്നെ കോസ്റ്റ് എങ്ങനെയാ തന്നിരിക്കുന്നത്? നമുക്ക് ഡെപ്റ്റിന്റെ കോസ്റ്റ് ബിഫോർ ടാക്സ് ആണ് 11% തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ ആഫ്റ്റർ ടാക്സ് ആക്കണം. ആഫ്റ്റർ ടാക്സ് ആക്കിയപ്പോ എത്ര കിട്ടിയത് നിങ്ങൾക്ക്? ഡെപ്റ്റിന്റെ കോസ്റ്റ് ആഫ്റ്റർ ടാക്സ് ആക്കിയപ്പോ എത്ര കിട്ടിയേ? 6.6%. സോ 6.6% ഇൻറ്റു 0.3 വരും, 1.98 വരും. 0.24 ഇൻറ്റു 12% ആണ് പ്രിഫേർഡ് സ്റ്റോക്കിന്റെ. സോ 0.24 ഇൻറ്റു 12 വരുമ്പോൾ 2.88 വരും. ഇക്വിറ്റി 0.46 ഇൻറ്റു 16 വരുമ്പോൾ 7.36 വരും. സോ ടോട്ടൽ 12.22 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആൻസർ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? സി അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? സി അല്ലാതെ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന് മറ്റേതിൽ നിന്ന് അധികം വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. പെർസെന്റേജും പ്രപ്പോർഷനും മാത്രമേ വ്യത്യാസമുള്ളൂ. ലോങ് റൺ ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ തന്നിട്ടുണ്ട് 25% ആണ്. പ്രിഫേർഡ് സ്റ്റോക്കിന്റെ പെർസെന്റേജ് തന്നിരിക്കുന്നത്, ലോങ് റൺ ഡെപ്റ്റിന്റെ 30% ആണ്. 25% ആണ് പ്രിഫേർഡ് സ്റ്റോക്കിന്റെ. 45% ആണ് കോമൺ ഇക്വിറ്റിയുടെ. ലോങ് ടേം ഡെപ്റ്റ് 8% ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ടാക്സ് റേറ്റ് തന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ബിഫോർ ടാക്സ് ആണെന്ന് വിചാരിക്കാം. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എത്രയാണ് കിട്ടിയത്? ലോങ് ടേം ഡെപ്റ്റിന്റെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 4.8. 4.8 ആണ്. അപ്പം 4.8 ഇൻറ്റു 30% 1.44 ആണ് വരിക. പ്രിഫേർഡ് സ്റ്റോക്കിന്റെ വരുമ്പോൾ 25 ഇൻറ്റു 11% 2.75% ആണ് വരിക. കോമൺ ഇക്വിറ്റിയുടെ 45% ഇൻറ്റു 15% 6.75% ആണ് വരിക. സോ ടോട്ടൽ 10.94. കിട്ടിയല്ലോ അല്ലേ? ഓ
to next. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ പറഞ്ഞു. ബി ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ആൻസർ ആർക്കെങ്കിലും പറയാനുണ്ടോ? ബി അല്ലാതെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബി അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ? ഓക്കെ, സോ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജോയിന്റ് പ്രൊഡക്ട്സ് ഇൻകോർപ്പറേഷൻ, a corporation with a 40% marginal tax rate plans to issue 1 million of 8% preferred stock in exchange for 1 million of its 8% bonds currently outstanding. The firm's total liabilities and equity are equal to 10 million. The effect of this change on the firm's weighted average cost of capital is likely to be. അതായത് നേരത്തെ ബോണ്ട് ആയിരുന്നു, ആ ബോണ്ടിന് പകരം അവര് പ്രിഫേർഡ് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തു. സോ പ്രിഫേർഡ് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് എഫക്ട് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ വായിച്ചിട്ട് പറഞ്ഞേ ഏതായിരിക്കും ആൻസർ എന്ന്. ഏതാ ആൻസർ വരിക? ഏതാ ആൻസർ വരിക?
അതായത് ബോണ്ട് ആയിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ ബോണ്ടിന് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ പ്രിഫേർഡ് സ്റ്റോക്ക് ആണ് ഇഷ്യൂ ചെയ്തത്. സോ ബോണ്ടിനായിരിക്കുമോ, ബോണ്ട് നമ്മുടെ കയ്യിൽ ഉള്ളപ്പോഴാണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവ് വരിക, അതോ പ്രിഫേർഡ് സ്റ്റോക്ക് ഉള്ളപ്പോഴാണോ? നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എ ഡിക്രീസ് സിൻസ് എ പോർഷൻ ഓഫ് ഡെപ്റ്റ് പേയ്മെന്റ്സ് ആർ ടാക്സ് ഡിഡക്റ്റബിൾ. അതായത് നമ്മളിപ്പോ ഓൾറെഡി ഡെപ്റ്റിനെ നമ്മൾ പ്രിഫേർഡ് സ്റ്റോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോ ഏതിനായിരിക്കും കൂടുതൽ? നമ്മുടെ ഈ എക്സ്ചേഞ്ച് കാരണം എന്താ സംഭവിക്കുന്നതെന്നാ ചോദിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടതിനേക്കാളും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലല്ലേ ചെയ്യുന്നേ. ബോണ്ട് ആയിരുന്നെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞേനെ. ബോണ്ടിന് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ പ്രിഫേർഡ് സ്റ്റോക്ക് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ബോണ്ടിനേക്കാളും പ്രിഫേർഡ് സ്റ്റോക്കിനല്ലേ കോസ്റ്റ് കൂടുതൽ? കാരണം ബോണ്ടിന് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. സോ ബോണ്ട് മാറ്റി പ്രിഫേർഡ് സ്റ്റോക്ക് വരുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുവാണോ അതോ ഡിക്രീസ് ചെയ്യുവാണോ ചെയ്യുന്നത്? ആൻസർ ഏതാ വരുന്നേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എങ്ങനെയാണ് എല്ലാവർക്കും സി കിട്ടിയത്? നിങ്ങൾ ഏത് ഇക്വേഷനാ ഇട്ടത്? എങ്ങനെ? ആരും വേറെ ആൻസർ ഒന്നും പറഞ്ഞിട്ടില്ല. സി അല്ലാതെ വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ആൻസർ ഉണ്ടോ?
D1 R minus G എന്നുള്ള ഫോർമുലയാണ്. അതായത് ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് കോമൺ സ്റ്റോക്കിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോമൺ സ്റ്റോക്കിന്റെ ഇത് കണ്ടുപിടിക്കുന്ന ഫോർമുല D1/P0 പ്ലസ് ഗ്രോത്ത് അല്ലേ? ഫോർമുല പഠിച്ചിട്ടില്ലേ? അതായത് കോമൺ സ്റ്റോക്കിന്റെ പ്രൈസ് അല്ല, കോമൺ സ്റ്റോക്കിന്റെ റിട്ടേൺ അല്ലെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല R-G ഇട്ട് ചെയ്യുമ്പോൾ വേറെ ആൻസർ ആണല്ലേ കിട്ടുന്നത്? നോക്കട്ടെ. 14 ആണ് വരുന്നത്. നിങ്ങളപ്പോ എന്ത് ചെയ്തു? മോളില് ഇതും കൂടെ ആഡ് ചെയ്തോ? അതായത് ഡിവിഡൻഡിന്റെ ഗ്രോത്തും കൂടെ ആഡ് ചെയ്തോ? എന്നിട്ടാണോ ചെയ്തേ? ഇത് നമ്മള് കോമൺ സ്റ്റോക്കിന്റെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോമൺ സ്റ്റോക്കിന്റെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാണാനാണ് പറഞ്ഞത്. കോമൺ സ്റ്റോക്കിന്റെ കോസ്റ്റ് കാണാനുള്ള ഫോർമുല D1/P0 പ്ലസ് G ആണ്. ഈ ഫോർമുല നിങ്ങൾക്ക് അറിയോ? D1/P0 പ്ലസ് G, ഈ ഫോർമുല നിങ്ങൾക്ക് അറിയോ? ഇങ്ങനൊരു ഫോർമുല അറിയില്ലേ? അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, അതായത് എക്സിസ്റ്റിംഗ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് കോമൺ സ്റ്റോക്കിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതി വെക്കണം. എക്സിസ്റ്റിംഗ് കോമൺ സ്റ്റോക്കിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല D1/P0 പ്ലസ് G, ഇതാണ്. ഓക്കെ, D1/P0 പ്ലസ് G ഇതാണ്. D1 എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ്, ബൈ P0 എന്ന് പറഞ്ഞാൽ പ്രൈസ് പ്ലസ് ഗ്രോത്ത്. ഇതാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കോമൺ സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ G എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം D1/P0 ചെയ്യുക. അതായത് ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ D1 എത്രയാണ് തന്നിരിക്കുന്നത്? 2 ആണ് തന്നിരിക്കുന്നത്. 2/14 ചെയ്യാം. അപ്പൊ എത്ര കിട്ടുന്നത്? 2/14 എത്ര കിട്ടുന്നത്?
അതിനോട് നിങ്ങൾ ഇൻറ്റു 100 ചേർക്കുക. അതായത് അതിനെ പെർസെൻറ്റേജ് ഫോമിലാക്കിയിട്ട് ഫോമിലാക്കുമ്പോൾ 14 പോയിന്റ് സംതിങ് വരില്ലേ? എത്ര വരുന്നത് നോക്കിയേ. ജസ്റ്റ് സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. സോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഇത് പെർസെൻറ്റേജിലാക്കിയിട്ട് ലാസ്റ്റ് സോറി എന്റെ മിസ്റ്റേക്ക് ആട്ടോ. ഇത് ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണ് തന്നിരിക്കുന്നത്. യെസ്, D1 കണ്ടുപിടിക്കണം. ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണ് തന്നിരിക്കുന്നത്. സോ 2.1 അല്ലേ? 2.1 ഡിവൈഡഡ് ബൈ 14 ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് പെർസെൻറ്റേജ് ഫോമിൽ കിട്ടും. അപ്പൊ ഈ ഗ്രോത്ത് നിങ്ങൾക്ക് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ ആഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 50% എന്നല്ലേ ആൻസർ കിട്ടുന്നത് ഇത്രയും ചെയ്യുമ്പോൾ? അതിനോട് കൂടി +5 ഗ്രോത്ത് കൂടെ ആഡ് ചെയ്താൽ 20% എന്ന് വരും. ഇതാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്ന ഫോർമുല. ക്ലിയർ ആണോ? D1 by P0 plus G. ഓക്കെ, മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഓക്കെ. ഇനി ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിദ്യാരൂപയിലെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അത് ഒന്നുകൂടെ റിപ്പീറ്റ് പറഞ്ഞു തരാം കേട്ടോ. കാരണം എനിക്കിത് നമുക്കിത് തന്നെ വെച്ചിരിക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 28 ക്വസ്റ്റ്യൻസും ഉണ്ട്, പിന്നെ കുറച്ച് പോർഷൻ നിങ്ങൾക്ക് എടുത്തു തരാനും ഉണ്ട്. അതുകൊണ്ട് ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇതേ ഫോർമുല, അതായത് D1 by R minus G ഇട്ടാലും കിട്ടുന്നുണ്ടല്ലോ. ഇത് 20 തന്നെയല്ലേ കിട്ടുന്നേ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ 10 കിട്ടിയ നേരത്തെ? 10% പിന്നെ എവിടുന്നാ കിട്ടിയേ? D1 by R minus G ചെയ്തപ്പോ എവിടുന്നാ 10% വന്നേ? ഓക്കെ, നോക്കൂ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇത് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ആണ്. എക്സിസ്റ്റിംഗ് ഇക്വിറ്റി കാണുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ആണ് തരുന്നതെങ്കിൽ ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടെ തന്നിട്ടുണ്ടാവും. സോ പ്രൈസിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് നിങ്ങൾ മൈനസ് ചെയ്തിരിക്കണം. അതായത് D1 by P0 എന്ന് പറയുന്നത് P0 മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടെ ആഡ് ചെയ്തിരിക്കണം. മൈനസ് ചെയ്തിരിക്കണം. ഓക്കെ, ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടെ മൈനസ് ചെയ്തിട്ട് വേണം ഗ്രോത്ത് ഇതിനോടുകൂടി ആഡ് ചെയ്യാൻ. ക്ലിയർ ആയോ? അതായത് കോസ്റ്റ് ഓഫ് കോമൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മള് കോസ്റ്റ് ഓഫ് കോമൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ഇക്വിറ്റി
അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കമ്പനിക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരുന്നതാണ് കോസ്റ്റ് ഓഫ് കോമൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് ഈ ഇക്വേഷന്റെ കൺസെപ്റ്റ് ആണോ ചോദിക്കുന്നത്? ഹലോ ഇക്വേഷൻ മാം, ഞങ്ങൾക്ക് കോസ്റ്റ് ഓഫ് കോമൺ ഇക്വിറ്റിന്റെ കൺസെപ്റ്റ് ഒന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് പ്രിഫേർഡ് സ്റ്റോക്ക് വരെ ഞങ്ങൾക്ക് അറിയാം, പിന്നെ അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇക്വേഷൻ അറിയാം, പക്ഷെ കൺസെപ്റ്റ് അറിയത്തില്ല. കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് അത് നിങ്ങൾ അത്ര തിരികേണ്ട കാര്യമൊന്നുമില്ല. ഇതായത് ജസ്റ്റ് നമ്മളിപ്പോ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കോമൺ ഇക്വിറ്റി നമ്മൾ പറയുന്ന ആറ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇതൊക്കെ നമ്മൾ സെയിമിന് ഉപയോഗിക്കുന്നതാണല്ലോ. ഇതിന്റെ ഇക്വേഷൻ എന്താ? D1 ബൈ P0 എന്നല്ലേ? നോർമൽ ആയിട്ട് ഗ്രോത്ത് ഒന്നും പറഞ്ഞില്ലെങ്കിൽ D1 ബൈ P0 എന്നല്ലേ? അതായത് നമുക്ക് ഇത്രയും ആനുവൽ ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര പ്രൈസ് ഈ ഷെയറിന് മേൽ കൊടുക്കുന്നുണ്ട്, അതാണ് D1 ബൈ P0. മാം, ടെസ്റ്റിലാണെങ്കിൽ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പ്ലസ് റിസ്ക് പ്രീമിയം, മാർജിനൽ കോസ്റ്റ് അനാലിസിസ്, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇല്ലേ? അതൊന്നും ഓക്കെ ആ പോർഷൻ ഒന്നും അറിയില്ല അല്ലേ? ഇല്ല. പ്രിഫേർഡ് സ്റ്റോക്ക് വരെ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. പ്രിഫേർഡ് സ്റ്റോക്ക് വരെ നോക്കിയിട്ടുള്ളൂ. അതിന്റെ തിയറി പോർഷൻ വേണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കുന്നൂടെ ഇന്നിനിപ്പോ പറ്റില്ല. ഞാൻ ഇതിന് ഓൾറെഡി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിനകത്ത് ഇതുവരെ ഇങ്ങനെയൊന്നും വന്ന് കണ്ടില്ല കേട്ടോ. നോർമൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതായത് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കണ്ടുള്ളൂ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. ഞാന് ഇപ്പൊ നിങ്ങൾക്ക് അവിടെ തൊട്ടും കൂടെ വേണം അല്ലേ? മൺഡേ തൊട്ട് പിന്നെ മൺഡേ എടുത്തു തരാം. ഓക്കെ മാം, താങ്ക് യു. പോർഷൻ തരാം. നമ്മള് റേസിംഗ് ക്യാപിറ്റൽ തുടങ്ങും കേട്ടോ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൾമോസ്റ്റ് ഞാൻ വിചാരിച്ചു തീർന്നു. ഇതേതായാലും ഞാൻ മൺഡേ ഏതെങ്കിലും ഒരു സമയത്ത് ചെറിയൊരു പോർഷൻ അല്ലേ ഉള്ളൂ. ആ പോർഷൻ അത്രയും പോർഷൻ പോരെ, അത് ഞാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാക്കി അത് ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ കുറച്ച് സ്പീഡാക്കി ചെയ്യുവാണെങ്കിൽ ഞാൻ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. അതായത് മണി സപ്ലൈ അങ്ങനെ പറഞ്ഞൊരു ചെറിയ ഏരിയയും കൂടി ഉണ്ട്. അത് ഞാൻ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇത് കുറച്ച് ഫാസ്റ്റ് ആക്കുവാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്തിട്ട് ആ ഏരിയ കൂടെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ആകെ ബാക്കിയുള്ള പോർഷൻ മറ്റേ പ്രിഫറൻഷ്യൽ ഇക്വിറ്റിയുടെ പോർഷൻ അല്ലേ, അത് ഞാൻ പറഞ്ഞു തരാം. ഈ സംഭവം എന്തായാലും ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായോ? ആ പോർഷൻ ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഈ R- അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? അതായത് D1 ബൈ P0 എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? അതായത് ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി, അതായത് എത്രയാണോ ഇപ്പൊ ഇത് നോക്കുവാണെങ്കിൽ 2/14 ആണ് വരുന്നത്. 2 ഗ്രോത്ത് നോക്കണ്ട കേട്ടോ, ഇപ്പൊ ജസ്റ്റ് ഞാൻ പറയാം. 2/14 ആണ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോ ഒരു വർഷത്തില് ഒരു ഇയറില് 2 നമുക്ക് ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി പെർ ഷെയർ ആണ്, 2 പെർ ഷെയർ ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി നമ്മൾ 14 റുപ്പീസ് പേ ചെയ്യുന്നു. അതായത് നമുക്ക് ഒരു ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര നമ്മൾ പേ ചെയ്യുന്നു, അതാണ് D1 ബൈ P0, അതായത് R എന്ന് പറയുന്നതിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? സോ മറ്റേ പോർഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ സാറിനോട് സംസാരിച്ചിട്ട് ടൈം എപ്പോഴാന്ന് നോക്കിയിട്ട് അത് പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ.
ഓക്കെ, ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? 10.4 അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും 10.4 ആണോ അല്ല കിട്ടിയത്? ഇതറിയാം, നമ്മുടെ പ്രിഫേർഡ് സ്റ്റോക്കിന്റെ കോസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിഫേർഡ് സ്റ്റോക്കിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? എന്തുവാ? D/P0 തന്നെയല്ലേ വരുന്നത്? ഓക്കെ, D/P0 ആണ്. ഇവിടെ ഉള്ളൊരു ഡിഫറൻസ് എന്ന് വെച്ചാല് ഇവിടെ അണ്ടർ റൈറ്റിംഗ് ഫീ ഉണ്ട്, അതായത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. സോ നമ്മൾ ചെയ്യുമ്പോൾ 10/101 മൈനസ് 5 അല്ലേ? 101 ആണ് മാർക്കറ്റ് പ്രൈസ്. അതിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ റൈറ്റിംഗ് ഫീ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അത് മൈനസ് ചെയ്യുക 5. സോ 101 മൈനസ് 5. ഡിവിഡൻഡ് നമുക്ക് 10 ആണ് തന്നിരിക്കുന്നത്. സോ 10 ഡിവൈഡഡ് ബൈ 101 മൈനസ് 5, 10.4. ക്ലിയർ ആണല്ലോ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് സെക്കൻഡ്. സോ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണേ. നോട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് കോമൺ സ്റ്റോക്ക് 60, ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് 3, നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് 3, ഗ്രോത്ത് ഡിവിഡൻഡ് 10%, പിന്നെ കൂപ്പൺ റേറ്റ് ഓഫ് ബോണ്ട്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10%, ക്യാപിറ്റൽ സ്ട്രക്ചർ 40% ലോങ് ടേം ഡെപ്റ്റും 60% ഇക്വിറ്റിയും, റീറ്റെയിൻ ഏർണിംഗ്സ് 3 million, 40%. നോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് പറയണേ, ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കാം. നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഫുള്ളായിട്ട് എഴുതണ്ട, ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രം എഴുതി വെക്കുക. എഴുതി കഴിഞ്ഞോ? നോട്ട് ചെയ്തെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാം.
ഓക്കെ. ആൻസർ കിട്ടിയത് 6 അല്ലാതെ വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ഇല്ലല്ലോ. തന്നെയല്ലേ കിട്ടിയത്, ബി. ഓക്കെ. അതായത് 10% ആണ് ഫോണ്ടിന്റെ പീപ്പിൾ റേറ്റ് പറഞ്ഞത്. അത് ടാക്സ് റേറ്റ് 40% ആണ്. സോ 10 into 1 മൈനസ് 40% ചെയ്യുമ്പോൾ നമുക്ക് 6% ആണ് കിട്ടുന്നത്. സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ. ആൻസർ കിട്ടിയോ? ഓക്കെ. സി ആണോ എല്ലാവർക്കും കിട്ടിയ ആൻസർ? അല്ലാതെ വേറെ എന്തെങ്കിലും ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതില്? അതായത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 20% ആണ് തന്നിട്ടുണ്ട്. സോ കോമൺ സ്റ്റോക്കിന്റെ അതായത് ഇവിടെ എത്ര പ്രൈസ് തന്നിരിക്കുന്നത്? 60 ആണ് തന്നിരിക്കുന്നത്. 60യുടെ 20% ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഡിവിഡൻഡ് 3 ആണ് നെക്സ്റ്റ് ഇയറിൽ തന്നിരിക്കുന്നത്. സോ 3/60 മൈനസ് 60 into 20%. 60യുടെ 20% കൂടെ മൈനസ് ചെയ്യുക, പ്ലസ് ഗ്രോത്ത് 10%. സോ 16.25 ആണ് ആൻസർ കിട്ടിയത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. കിട്ടിയില്ലേ ആൻസർ ആർക്കും? കുറച്ച് ആൾക്കാർക്ക് കിട്ടി.
ആര് പറഞ്ഞ ആൻസർ തെറ്റാണല്ലോ. ഓക്കെ, എനിവേ ഞാൻ പറയാം. ഡി അല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? എന്തായാലും ഞാൻ പറയാം, ഡി അല്ലാതെ ഒന്ന് രണ്ടാള് വേറെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡി ആൻസർ എല്ലാവർക്കും കിട്ടിയോ? കിട്ടില്ല. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സും കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം ഫ്ലോട്ടേഷൻ കോസ്റ്റ് മാത്രമാണ്, വേറൊരു വ്യത്യാസവും ഇല്ല. സോ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിനിൽ എന്താ ചെയ്തേ? 3/60 മൈനസ് 20% ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടെ കുറച്ചു. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് പറയുമ്പോൾ നിങ്ങൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട, അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. 3/60 പ്ലസ് ഗ്രോത്ത് ആണ് വരുന്നത്, 10% ഗ്രോത്ത്, 15% വരും. ക്ലിയർ ആയോ? കിട്ടാത്ത ആൾക്കാർക്ക് ക്ലിയർ ആയോ? കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് കോമൺ സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ ഓഫ് കോമൺ സ്റ്റോക്കും കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ്. സോ ഇതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റിന് നിങ്ങൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്തു, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കാണാം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ ആയല്ലോ? ഓ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയിക്കോട്ടെ.
ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ പോകുന്നു. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കണ്ട, സോറി കോസ്റ്റുകളൊന്നും നോക്കണ്ട. ഇവരിവിടെ പുതിയ കോസ്റ്റ് തന്നിട്ടുണ്ട്. പഴയ പഴയ ക്വസ്റ്റ്യൻ നോക്കണ്ടെന്ന്, അതായത് പഴയ ക്വസ്റ്റ്യൻ നോക്കണ്ട. പഴയ ക്വസ്റ്റ്യനിലെ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ തന്നിരിക്കുക. അതായത് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് 10% തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് 14% തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ന്യൂ കോമൺ സ്റ്റോക്ക് 16% തന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് നെക്സ്റ്റ് ഇയറിലേക്ക് 7 മില്യൺ കൂടെ ആഡ് ചെയ്യാണ്. 7 മില്യൺ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഈസ് ദ ആഫ്റ്റർ ടാക്സ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? അതായത് നെക്സ്റ്റ് ഇയറിൽ 7 മില്യൺ ആണ് ടോട്ടൽ നമ്മൾ റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ. അപ്പൊ ഇതിന് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്. അതായത് 60% ഇക്വിറ്റിയും 40% ഡെപ്റ്റുമാണ് തന്നിട്ടുണ്ട്. സോ 7 മില്യന്റെ 40% എന്താണ്? 40% എന്താണ്? ഡെപ്റ്റ് ആണ്. 7 മില്യന്റെ 40% എത്രയാ വരുന്നത് നോക്കി. ഓക്കെ, ഞാനിപ്പോ 2.8 മില്യൺ എന്ന് പറയുകയാണേ. 2.8 മില്യൺ ആണ് ഡെപ്റ്റിന്റെ പോർഷൻ. ഇനി 7 മില്യണില് 60% ഇക്വിറ്റി ആണ്. എത്രയാ വരുന്നത്? 4.2 മില്യൺ എന്ന് പറയാണ്. സോ ഇക്വിറ്റി എന്ന് പറഞ്ഞാല്, അതായത് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്റ്റും ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇക്വിറ്റിയുമാണ് 4.2 മില്യൺ. അതായത് നമ്മുടെ നെക്സ്റ്റ് ഇയറിൽ കമ്പനി 4.2 മില്യൺ ആണ് ഇക്വിറ്റി ആയിട്ട് റേസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇവർക്ക് എത്ര റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉണ്ട്? 3 മില്യൺ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉണ്ട് കമ്പനിക്ക്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി അറിയാം, 3 മില്യൺ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉണ്ട്. സോ 3 മില്യൺ ഓൾറെഡി ഉണ്ട്. 3 മില്യൺ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉണ്ട്. സോ 4.2 മില്യൺ മൈനസ് 3 മില്യൺ ആയിരിക്കും പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ന്യൂ കോമൺ സ്റ്റോക്ക് 4.2 മില്യൺ മൈനസ് 3 മില്യൺ ആയിരിക്കും. സോറി, 3 മില്യൺ ആയിരിക്കും. അതായത് 1.2 മില്യൺ ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഡെപ്റ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? ഡെപ്റ്റ് 2.8 മില്യൺ ഡിവൈഡഡ് ബൈ 7 മില്യൺ. അതാണല്ലോ പ്രപ്പോർഷൻ വരിക. 2.8 ഡിവൈഡഡ് ബൈ 7 മില്യൺ പ്രപ്പോർഷൻ വരും. ഇൻറ്റു ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. സോ 10% കൂടെ വരുമ്പോൾ എത്രയാ വരുന്നത്? 4 വരും. അടുത്തത് അതായത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. എത്രയാ വരുന്നത്? 3/7 into 14%. എത്രയാ വരുന്ന ആൻസർ? വരുന്നത് 6% അല്ലേ വരുന്നത്?
സോ 5.99 6%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാ വരുന്നത്? ന്യൂ ഇഷ്യൂ ആണേ. 1.2/7 into 60 എത്ര വരുന്നത്? സോ ടോട്ടൽ എത്രയാണ് വരുന്നത്? ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് ആർക്കും കിട്ടാത്തതില്ലല്ലോ ഈ ആൻസർ? ഇത് എളുപ്പമല്ലേ? നോർമൽ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. 4 ആണ് ഡിവിഡൻഡ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഇയറിലേക്ക്. ഡിവൈഡഡ് ബൈ 80 ആണ് പ്രൈസ്, പ്ലസ് 5% ചെയ്താൽ മതി. 10 ആണ് ആൻസർ കിട്ടുക. എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്ത ആരും ഇല്ലല്ലോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? സോറി, എല്ലാവർക്കും കിട്ടിയോ ആൻസർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ, ടൈം കളയാതെ. ഇതും കൂടെ ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വൈൻഡപ്പ് ചെയ്യാം. ചെറിയൊരു പോർഷൻ ഞാൻ എടുത്തു തരാം അത് കഴിഞ്ഞ്.
സോ ഞാനിതിന്റെ ആൻസർ പറയാണ്. കുറച്ച് പേർക്ക് അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടി. 56 അല്ലാതെ ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? എങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാ. 56 അല്ലാണ്ട് ആൻസർ കിട്ടിയത്. ഓക്കെ, സോ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേക്കാം. സമയം പോവാണ്. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ജസ്റ്റ്. അതായത് ഇവിടെ ടോട്ടൽ 75 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 75 ആണ് നമുക്ക് ക്യാപിറ്റൽ വേണ്ടത്. അതിൽ ഓൾറെഡി 50 അവൈലബിൾ ആണ്. സോ ബാക്കി 60 ആണ് വേണ്ടത്. 60 മില്യൺ ആണ് ഇനി വേണ്ടത്. അതിന്റെ ഇക്വിറ്റിയുടെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 70% ആണ്. സോ 42 ആണ് നമ്മള് ഇക്വിറ്റി വഴി റേസ് ചെയ്യുന്ന എമൗണ്ട്. ഇനി അത് എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കാൻ 42 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 100 ചെയ്താൽ മതി. 56. ക്ലിയർ ആയോ? മനസ്സിലായോ? അതായത് 75 മില്യന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ ന്യൂ ഇഷ്യൂലൂടെ കൊണ്ടുവരുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള 75-ല് 15 മില്യൺ ഓൾറെഡി അവൈലബിൾ ആണ്. സോ 60 മില്യണിൽ 70% നമ്മൾ കോമൺ ഇക്വിറ്റി വരെ ഇഷ്യൂ ചെയ്യുന്നു. അത് 42 ആണ്. അത് 75 മില്യന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിക്കുന്നത്. 42 ബൈ 75 ചെയ്താൽ നമുക്ക് അതിന് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? സോ ഞാനൊരു ചെറിയ ഏരിയ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഹോക്കിന്റെ ടെക്സ്റ്റ് ആണെങ്കിൽ 257 എടുക്കുക പേജ് നമ്പർ. അതായത് ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, പ്രൈസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ആ ഏരിയ. ഓക്കെ, പറഞ്ഞോട്ടെ. ഓക്കെ, സോ പറയുന്നത് എന്താന്ന് വെച്ചാല്, അതായത് നമ്മള് ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോ ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് സപ്ലൈ ഓഫ് മണിയും ഡിമാൻഡ് ഓഫ് മണിയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ഗ്രാഫിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ $200 എഴുതിയിരിക്കുന്നതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. അതായത് 5.5 ആണ് ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ്. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇൻ കേസ് രണ്ട് ഇൻസിഡന്റ് ആണ് ഉണ്ടാവാൻ സാധ്യത. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ മാർക്കറ്റ് ഫോഴ്സസ് ആണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ സപ്ലൈ ഓഫ് മണിയും അല്ലെങ്കിൽ സപ്ലൈയും ഡിമാൻഡും, ചിലപ്പോൾ സപ്ലൈ കൂടും, സപ്ലൈ ഒത്തിരി കൂടി കഴിയുമ്പോൾ അത് പിന്നെയും അതായത് മാർക്കറ്റ് പ്ലേ അനുസരിച്ച് എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇക്വിലിബ്രിയം റേറ്റ് തന്നെ എപ്പോഴും അത് എത്തിച്ചേരും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് ഇപ്പം സപ്ലൈ ഓഫ് മണി കുറഞ്ഞു എന്ന് വിചാരിക്കുക. അതായത് മണി സപ്ലൈ കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പം മണി അധികം മാർക്കറ്റിൽ ക്യാഷ് അവൈലബിൾ അല്ലാത്തപ്പം ക്യാഷിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? സപ്ലൈ ഓഫ് മണി കുറഞ്ഞു കഴിയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? സപ്ലൈ ഓഫ് മണി കുറഞ്ഞു കഴിയുമ്പോൾ, അതായത് സപ്ലൈ ഓഫ് മണി ഡിക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഡിമാൻഡ് കൂടും, അല്ലെ? ഡിമാൻഡ് കൂടും. മണിയുടെ ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റിന് എന്തായിരിക്കും സംഭവിക്കുക? ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, സോ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കൂടിയേ, അല്ലെ? ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് മാർക്കറ്റ് പ്ലേ അനുസരിച്ച്, സപ്ലൈയും ഡിമാൻഡും അനുസരിച്ച് പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. ഒരിക്കലും ഈ മാർക്കറ്റ് കോൺസ്റ്റന്റ് അല്ല, അല്ലെ? ഇൻട്രസ്റ്റ് റേറ്റ് നല്ല പോലെ കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും?
ഇൻട്രസ്റ്റ് റേറ്റ് ഒത്തിരി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡിൽ എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. കാരണം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടി അത്രയും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ സപ്ലൈക്ക് എന്ത് സംഭവിക്കും? സപ്ലൈ കൂടും. സപ്ലൈ കൂടിയ ഇൻട്രസ്റ്റ് റേറ്റിന് എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഓക്കെ, അപ്പോ അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കുറയാൻ തുടങ്ങും. അതിന്റെ കാരണം എന്താ? അതായത് പൈസ എടുത്ത് നമ്മൾ ഇൻട്രസ്റ്റിന് ലോൺ എടുത്ത് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുമ്പോൾ നമ്മൾ ലോൺ എടുത്ത് ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് പ്രോഫിറ്റബിൾ ആകുമോ? അത് പ്രോഫിറ്റബിൾ ആകുമോ? ഇൻട്രസ്റ്റ് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ലോൺ എടുത്ത് നമ്മുടെ ബിസിനസ് തുടങ്ങി ആ ബിസിനസ് നമ്മുടെ പ്രൊജക്ട് ഒരിക്കലും പ്രോഫിറ്റബിൾ ആകില്ല. കാരണം ഭയങ്കരമായ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യണം. അതുകൊണ്ട് തന്നെ ആൾക്കാർ ലോൺ എടുക്കാതാവും, അല്ലെങ്കിൽ ക്യാഷ് യൂസ് ചെയ്യാതാവും. അപ്പോൾ താനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, പിന്നെയും ഇക്വിലിബ്രിയത്തിലെത്തും. ക്ലിയർ ആയോ? ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് ഇക്വിലിബ്രിയത്തിലെത്തും. ഒരു പരിധിയിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ സൈക്കിൾ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്ത് ചെയ്യും? കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തുടങ്ങും, അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ലോൺ എടുത്ത് കൂടുതൽ ബിസിനസ് പ്രൊജക്ടുകളൊക്കെ പുതിയത് ഉണ്ടാക്കാൻ തുടങ്ങും. ശരിയല്ലേ? അപ്പൊ പിന്നെയും ഡിമാൻഡ് കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെയും കൂടും. അങ്ങനെ എന്താ പറയാ, ഇക്വിലിബ്രിയത്തിൽ തന്നെ അത് എപ്പോഴും എത്തും. അതായത് ഡിമാൻഡ് കൂടുകയും സപ്ലൈ കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിന് ചേഞ്ച് വരുന്നുണ്ടെങ്കിലും അത് ഒരിക്കലും കൂടി കോൺസ്റ്റന്റ് ആയി നിൽക്കുവോ അല്ലെ കുറഞ്ഞ് കോൺസ്റ്റന്റ് ആയി നിൽക്കുവോ ഇല്ല. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയല്ലോ? മണി സപ്ലൈ കൂടെ ഞാൻ അപ്പൊ പറഞ്ഞുതരാം. ഓൾമോസ്റ്റ് 9 o'clock ആയല്ലോ. ഈ മണി സപ്ലൈയുടെ കാര്യവും ബാക്കി കാര്യവും പിന്നെ മറ്റേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏത് ഭാഗം ഇക്വിറ്റിയുടെ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിന്റെ ഈ ഏരിയാസിൽ നിന്നും ഞാൻ ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ദിവസം പറഞ്ഞു തരാം ബാക്കി എടുക്കുന്ന കൂടെ. ഓക്കെ, സോ താങ്ക് യു. ചെയ്യാം, ബാക്കി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു. ഹലോ മാം, എനിക്കില്ലേ ഈ 26th ക്വസ്റ്റ്യൻ പ്രാവശ്യം കൂടി പറഞ്ഞുതരോ? എടുക്കട്ടെ. കാണുന്നുണ്ടോ? 26th. അതിനകത്തില്ലേ ആ റീറ്റേൺഡ് ഏർണിങ്സ് 7 കൂട്ടില്ലേ? 7 അത് ടോട്ടൽ എടുക്കണ്ടേ? എങ്ങനെ? കോസ്റ്റ് ഓഫ് ആ റീറ്റേൺഡ് ഏർണിങ്സ് ഇല്ലേ, അത് 3/7 അല്ലേ എടുത്തേ? 3/7. അപ്പൊ ടോട്ടൽ എടുക്കണ്ടേ? 2.8ഉം 4.2ഉം പിന്നെ ഈ 1.2ഉം കൂടെ എടുക്കണ്ടേ? ഈ 4.2 നമ്മൾ ഡിവൈഡ് ചെയ്തതാണ് 3ഉം 1.2 ആയിട്ട്. അതായത് പറയാം, അതായത് നമുക്ക് 7 മില്യൺ വേണം. ഇത് പോട്ടെ, ഇത് നോക്കണ്ട, അതായത് ഇങ്ങോട്ട് നോക്കണ്ട. നമുക്ക് ടോട്ടൽ 7 മില്യൺ വേണം അടുത്ത കൊല്ലത്തേക്ക്. 40% ഡെപ്റ്റും 60% ഇക്വിറ്റി. നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. 7 മില്യന്റെ 40% ഡെപ്റ്റ് 2.8 മില്യൺ വന്നു.
ആ ഇനി 7 മില്യന്റെ തന്നെ 60% ആണ് ടോട്ടൽ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതായത് ന്യൂ ഇക്വിറ്റി ഉണ്ട്, അത് ന്യൂ ഇഷ്യൂവൻസും ഉണ്ട്, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഉണ്ട്. ആ ഓക്കെ, അപ്പൊ ടോട്ടൽ ഇക്വിറ്റി ആണ് 60% വരിക. അപ്പൊ 4.2 മില്യൺ ആണ് ടോട്ടൽ ഇക്വിറ്റി വരുന്നത്. ആ നമ്മളോട് ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നുണ്ട് 3 മില്യൺ നമുക്ക് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് അവൈലബിൾ ആണെന്ന്. ആ 3 മില്യൺ ഉണ്ടെന്ന്. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ അല്ലേ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ ആ സോ 4.2 മില്യണില് 3 മില്യൺ നമുക്ക് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉണ്ട്. സോ 3 മില്യൺ മൈനസ് ചെയ്യുമ്പം 1.2 മില്യൺ മാത്രം നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്താൽ മതി. ടോട്ടൽ എത്ര ഉള്ളത്? ടോട്ടൽ 7 മില്യൺ ആണ്. 7 മില്യൺ നമ്മൾ പ്രപ്പോർഷനേറ്റ് ചെയ്തതാണ് 2.8 മില്യൺ, 1.2 മില്യൺ, 3 മില്യൺ. എന്നിട്ട് ക്ലിയർ ആയില്ലേ? 1.2 മില്യൺ. അതായത് ഞാൻ പറയാം, ഇത് ഇത്രയും ക്ലിയർ അല്ലേ? 4.2 മില്യൺ വരെ. റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഇവര് 3 മില്യൺ ഉണ്ട്. റീറ്റെയിൻഡ് ഏർണിംഗ്സ് 3 മില്യൺ ഉണ്ട്. സോ ഈ ബാക്കി 4.2 നിന്ന് 3 മില്യൺ മൈനസ് ചെയ്തിട്ടുള്ളതായിരിക്കുമല്ലോ ന്യൂ ഇഷ്യൂ 1.2. 1.2. സോ ഇത് നോക്ക്, 1.2, 3 മില്യൺ, 2.8 മില്യൺ. അത് മൂന്നൂടെ കൂട്ടുമ്പോ 7 മില്യൺ തന്നെയല്ലേ കിട്ടുന്നത്? ഇപ്പൊ ക്ലിയർ ആയോ? അതായത് അതിനെ നമ്മൾ രണ്ടിലേക്ക് പ്രപ്പോർഷനേറ്റ് ചെയ്യുന്നതാ. 4.2 പിന്നെ എടുക്കണ്ട. ആ 4.2നെ പ്രപ്പോർഷനേറ്റ് ആക്കി എടുക്കുന്നതാണ് 3 മില്യണും 1.2. ഈ 3 പ്ലസ് 1.2 ചെയ്യുമ്പോൾ നോക്കിക്കേ, 4.2 അല്ലേ കിട്ടുന്നത്? അത് പ്രപ്പോർഷൻ ചെയ്യുന്നതാണ്. അതായത് ടോട്ടൽ ഇക്വിറ്റി ആണ് 4.2. അതിനെ എക്സിസ്റ്റിംഗും ന്യൂ ഇഷ്യൂ ആക്കി നമ്മൾ മാറ്റുമ്പോഴാണ് 1.2ന് കിട്ടുന്നത്. മനസ്സിലായോ? 2.18 10%, 3ന്റെ 14, 1.2ന്റെ 16, 3യും 1.2 കൂടി കൂട്ടുമ്പോ 4.2 അതേ പ്ലസ് 2.87. ഓക്കെ, താങ്ക് യു.